തനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതിനെതിരായ എഴുത്തുകാരി ഇന്ദു മേനോന്റെ വിമർശനം കടന്നുപോയെന്ന് അഖിൽ പി ധർമ്മജൻ. വിമർശനങ്ങളെ പോസിറ്റീവായാണ് കാണുന്നത്, പ്രതികരിക്കാനില്ലെന്നും അഖിൽ വ്യക്തമാക്കി. എന്നാൽ അഖിലിന്റെ പുസ്തകം ജനപ്രിയ സാഹിത്യമാണെന്ന വിമർശനം ഇന്ദു മേനോൻ ആവർത്തിച്ചു. ഇതിനിടെ അഖിലിന്റെ പുസ്തകത്തെ അനുകൂലിച്ചും വിമർശിച്ചും മുതിർന്ന എഴുത്തുകാർ രംഗത്തെത്തി. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലാണ് മലയാളി എഴുത്തുകാരനായ അഖിൽ പി ധർമ്മജന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിക്കൊടുത്തത്. നോവൽ പൈങ്കിളി സാഹിത്യമാണെന്ന എഴുത്തുകാരി ഇന്ദു മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദത്തിന് തുടക്കം. വിമർശനത്തെ എതിർത്തും അനുകൂലിച്ചും എഴുത്തുകാർ രംഗത്തെത്തിയതോടെ ചർച്ചകൾക്ക് ചൂടുപിടിച്ചു. പിന്നാലെയാണ് പ്രതികരണവുമായി അഖിൽ പി ധർമ്മജൻ രംഗത്തെത്തിയത്. ഇന്ദു മേനോന്റെ അഭിപ്രായം അല്പം കടന്നുപോയെന്ന് അഖിൽ പി ധർമ്മജൻ പറഞ്ഞു. മറുപടി പറയാൻ താൽപ്പര്യമില്ല, വിമർശനങ്ങളെ പോസിറ്റീവായി മാത്രമേ കാണുന്നുള്ളൂവെന്നും അഖിൽ പറഞ്ഞു. ഇന്ദു മാഡത്തിന്റെ ആണെങ്കിൽ കുറച്ചുകൂടി കടന്നുപോയിട്ടുള്ള ഒരു ആക്ഷേപം എന്നുള്ള പോലെയാണ്. അതിപ്പം നമ്മുടെ ഓരോരുത്തരും ഇപ്പം ഞാൻ പ്രതികരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല വേറൊരാൾ പ്രതികരിക്കുന്നത്. അത് അവരുടെ സ്പേസ്, അവർ പ്രതികരിക്കുന്നു. അപ്പം അതിനുള്ള ഒരു എന്താന്ന് പറയുക, നമ്മൾ അങ്ങനെ പ്രതികരിക്കുമ്പോൾ അതിനുവേണ്ടി കമന്റ് സെക്ഷനിൽ വരുന്നതിനും മറുപടി പറയാനും അങ്ങനെ ഞാൻ അങ്ങനെയുള്ളതിനൊന്നും പോകാറില്ല. ആഴത്തിൽ വായനയുള്ളതുകൊണ്ടാണ് കൽപ്പറ്റ നാരായണനെ പോലുള്ള മുതിർന്ന എഴുത്തുകാർ പുസ്തകത്തെ വിമർശിക്കുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. തന്റേത് ശ്രേഷ്ഠമായ നോവലെന്ന് പറയുന്നില്ല. ജനപ്രിയ സാഹിത്യം പിന്തള്ളപ്പെട്ടു പോകുന്ന കാലത്ത് റാം കെയർ ഓഫ് ആനന്ദിക്ക് അവാർഡ് നൽകിയ ജൂറിക്ക് നന്ദി പറയുന്നുവെന്നും അഖിൽ പി ധർമ്മജൻ. ജനപ്രിയ സാഹിത്യത്തിന് സത്യത്തിൽ പിന്തള്ളപ്പെട്ട ഒരു സാഹിത്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഒരു അത്രയും ധൈര്യം കാണിച്ച് അവരത് തിരഞ്ഞെടുത്ത് എൻ്റെ ഒരു ബുക്കിന്, എൻ്റെ മാത്രമല്ല ഇപ്പം വേറെ ഒരു ജനപ്രിയ സാഹിത്യത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷമാണ്. മാറിയൊരു എല്ലാത്തിനും മാറ്റം വേണം. അപ്പം മാറ്റത്തിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം, എങ്കിൽ പോലും അതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു നന്ദി അവരോടും അറിയിക്കുന്നു. പിന്നെ അതിൻ്റെ എന്തെങ്കിലും അതോറിറ്റി ഉണ്ടെങ്കിൽ അവരോടും നന്ദിയാണ്. പുസ്തകത്തെക്കുറിച്ച് ചേരിതിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനമാണ് മുതിർന്ന എഴുത്തുകാർ നടത്തുന്നത്. അലസ വായനയ്ക്ക് മാത്രം പറ്റുന്ന രചനകളാണ് അഖിൽ പി ധർമ്മജന്റേതെന്ന് കൽപ്പറ്റ നാരായണൻ വിമർശിച്ചു. പുരസ്കാരത്തിന് ഇത്തരം രചനകളെ പരിഗണിക്കുന്നത് സാഹിത്യത്തിന് നല്ല ദിശാസൂചനയല്ല നൽകുന്നതെന്നും അഭിപ്രായപ്പെട്ടു. അതിസാധാരണമായിട്ടുള്ള ഒരു രചനയാണ്. ഒരു സെൻസിബിലിറ്റിയും ആവശ്യമല്ലാത്ത ഒരാൾക്ക് എഴുതാൻ കഴിയുന്ന കഥയാണ് അദ്ദേഹത്തിന്റെ 2 കൃതികൾ. എഴുത്ത് ഒരു ബിസിനസ് അല്ല, അതൊരു സർഗാത്മക പ്രവർത്തനം ആണ്. നോവൽ അക്കാദമി പുരസ്കാരത്തിന് പരിഗണിക്കാൻ പാടില്ലായിരുന്നുവെന്ന വിമർശനത്തോട് യോജിപ്പില്ലെന്ന് അശോകൻ ചെരുവിൽ പറഞ്ഞു. ചില വിമർശനങ്ങളിൽ സാഹിത്യത്തിലെ വരേണ്യത നിഴലിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 10 പുസ്തകങ്ങളുടെ പേരും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്തിട്ട് ഈ പുസ്തകം, ചില ആൾക്കാരൊക്കെ പറയുന്നത് പുസ്തകത്തെ വിമർശിക്കാം. ഇപ്പോൾ 10 പുസ്തകങ്ങളിൽ ഉൾപ്പെട്ട ആ പുസ്തകത്തിനല്ല അവാർഡ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു പുസ്തകത്തിനാണ് അവാർഡ് കൊടുക്കേണ്ടത്. അതിൻ്റെ കാര്യകാരണമൊക്കെ വേണമെങ്കിൽ വിശദീകരിക്കാം. ഒരു വരേണ്യ സ്വഭാവം ഈ വിമർശനങ്ങൾക്കുണ്ട്. അതേസമയം പുസ്തകത്തിനെതിരായ വിമർശനം ഇന്ദു മേനോൻ ആവർത്തിച്ചു. ഇത്തരമൊരു കൃതി സമകാലിക മലയാള സാഹിത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന വിലയിരുത്തൽ അംഗീകരിക്കാനാകില്ല. മലയാളത്തിലെ യുവ എഴുത്തുകാരെ പ്രതിനിധീകരിക്കുന്ന പുസ്തകമാണ് ഇപ്പോൾ അവാർഡ് കിട്ടിയ പുസ്തകം എന്ന് പറയുന്നത് ഭാഷയോട് ചെയ്യുന്ന അക്ഷന്തവ്യമായ കുറ്റകൃത്യമാണ്. ജനപ്രിയ സാഹിത്യങ്ങൾക്ക് അവാർഡ് കൊടുക്കണമെങ്കിൽ ജോയ്സിയും കോട്ടയം പുഷ്പനാഥുമായിരിക്കും ഏറെ യോഗ്യരെന്നും ഇന്ദു മേനോൻ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.